പുറത്തു കാണുന്ന ഈ മനുഷ്യരിലൊക്കെ ഒരു വൈറസ് ബാധിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഈസ്റ്റേൺ യൂറോപ്പിലൊക്കെ ന്യൂക്ലിയർ ബോംബ് സൂക്ഷിച്ചിരിക്കുന്ന ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ ഇത്തരം വൈറസുകൾ പടർന്നിട്ടുണ്ട്. സെയിം ഫോട്ടോസ് എല്ലാം കണ്ടു സർ. ബാക്കി ഡീറ്റെയിൽസ് സംസാരിച്ചോണ്ടിരിക്കുക. ഇറ്റ്സ് ലൈക്ക് റേബീസ്, പേ പിടിച്ച നായ്ക്കളെ പോലെ. കടിയേറ്റ് കഴിഞ്ഞാൽ ഉടൻ തലച്ചോറിനെയാണ് ഈ വൈറസുകൾ ബാധിക്കുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യരിലെല്ലാം ഒരു മൃഗത്തിന്റെ സ്വഭാവം ഉണ്ടാവും. ആ സ്വഭാവം നിയന്ത്രിക്കുന്നത് തലച്ചോറിന്റെ പിൻഭാഗത്ത് നിന്നാണ്. ഇങ്ങനെയുള്ളവർക്ക് അത് മാത്രമാണ് പ്രവർത്തിക്കുക. ഈ വിഷബാധയേറ്റവര് 4 ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല. അങ്ങനെയുള്ളവരുടെ തുപ്പല് പോലും നമ്മുടെ രക്തത്തിൽ കലർന്നാൽ നമ്മളും ആ രോഗത്തിനടിമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിഷബാധയേറ്റവർ നമ്മളെ കടിക്കാതെ നോക്കണം. കടി കൊണ്ടവർ വേഗം മരിച്ചില്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചലയുന്നതാണ്. സർ, ഇതിന് പ്രതിവിധി ഉണ്ടോ സർ? ഈ വൈറസിന് ഇതുവരെ ഒരു നാട്ടിലും പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. സർ, യൂറോപ്പിലെ വൈറസ് ബാധിച്ചവരുടെ അവസ്ഥ എന്തായിരുന്നു? അവിടെ മൊത്തം 4000 പേരാണ് ഉണ്ടായിരുന്നത്. ആ 4000 പേരും മരണപ്പെട്ടു. ആ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ അതിനുശേഷം മനുഷ്യന്റെ ഒരു സ്വഭാവവും ഉണ്ടായിരിക്കുന്നതല്ല. അവർക്ക് എപ്പോഴും തോന്നുക കഠിനമായ വിശപ്പാണ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവാ. വേഗം ആംബുലൻസ് വിളിക്ക്. രാജേഷ്, രാജേഷ്, DGP നമുക്ക് ഷൂട്ടിംഗ് ഓർഡർ തന്നിട്ടുണ്ട്. വൈറസ് ബാധയേറ്റവരായിരുന്നാലും ഒരു നിമിഷം പോലും വൈകാതെ ഷൂട്ട് ചെയ്യണം. നിങ്ങൾക്ക് എത്രയും വേണ്ടപ്പെട്ട ആളാണെങ്കിൽ പോലും നിങ്ങളുടെ കൺമുമ്പിൽ നിൽക്കുന്നത് ഒരു ഭ്രാന്ത് പിടിച്ച മൃഗമാണെന്ന് മറക്കരുത്. ഊട്ടിലേക്ക് വരുന്ന എല്ലാ റൂട്ടും ബ്ലോക്ക് ചെയ്തേക്ക്. ആരും ഇങ്ങോട്ട് വരാനും പാടില്ല, ആരും ഇവിടുന്ന് പുറത്ത് പോകാനും പാടില്ല. പടരാതെ ശ്രദ്ധിക്കാന്നല്ലാതെ വേറൊരു മാർഗവും നമുക്കില്ല. വെരി 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 ഇരുളിനെ അകറ്റിടും വെരി 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 ഇരുളിനെ